നമ്മൾ നോക്കി നിർത്തിയത് സ്വദേശി മൂവ്മെന്റിന്റെ ഒരു അവസാനമാണ്. ഓക്കെ, സോ സ്വദേശി മൂവ്മെന്റ് ഒരിക്കലും നമുക്ക് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ സാധിക്കാതെയാണ് മൂവ്മെന്റ് ഡിക്ലൈൻ ചെയ്യുന്നത്. സോ എന്തൊക്കെയായിരുന്നു സ്വദേശി മൂവ്മെന്റ് ഡിക്ലൈൻ ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കി. അതിലൊരു കാരണമായിരുന്നു സൂറത്ത് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. 1907 സൂറത്ത് സെഷനിൽ നടന്ന സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് റാഷ് ബിഹാരി ഘോഷ്. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, റാഷ് ബിഹാരി ഘോഷ് കൂടാതെ റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് നമുക്കുണ്ട്. സോ പേര് മാറിപ്പോയത്. റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡറാണ്. ഓക്കെ, സോ റാഷ് ബിഹാരി ഘോഷ്. സോ എന്താണ് സൂറത്ത് സ്പ്ലിറ്റ് 1907 എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരണം. മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്താണ് നമുക്ക് വളരെ ക്ലിയർ ആണ് അല്ലെ. എന്തായിരുന്നു മോഡറേറ്റ് ലീഡേഴ്സ് വെച്ചത്, എന്താണ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് മുന്നോട്ട് വെച്ചതെന്നെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ലീഡർഷിപ്പിനിടയിലും അവരുടെ ഒരു മെത്തേഡ്സ് തമ്മിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സംഭവിച്ച കുറച്ച് കോൺട്രഡിക്ഷൻസ് നമുക്ക് നോക്കാം. സ്വദേശി മൂവ്മെന്റ് തുടങ്ങിയ കാലം മുതൽ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്, കാരണം ഈ INCയുടെ ലീഡർഷിപ്പ് പലപ്പോഴും വന്നിരിക്കുന്ന ആരുടെ കയ്യിലാണ്? മോഡറേറ്റ് ലീഡേഴ്സിന്റെ കയ്യിലാണ്. അങ്ങനെ മോഡറേറ്റ് ലീഡേഴ്സിന്റെ കയ്യിലുള്ള INCയുടെ ലീഡർഷിപ്പിനോട് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് പലപ്പോഴും പറയും, നമ്മളുടെ മെത്തേഡ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതായത് നമ്മുടെ മെത്തേഡ്സ് കുറച്ചുകൂടി എക്സ്ട്രീം മെത്തേഡ്സിലേക്ക് മാറ്റണം എന്ന് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് പലപ്പോഴും മോഡറേറ്റ്സിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിലവിൽ മൂവ്മെന്റ് ബംഗാൾ ഫോക്കസ്ഡ് ആണ്. അതായത് ബംഗാൾ ഏരിയ ആണ് നമുക്ക് മൂവ്മെന്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് എന്താണ് ആവശ്യപ്പെട്ടത്? നമ്മൾ ബംഗാളിൽ നിന്ന് മൂവ്മെന്റ് ഓൾ ഇന്ത്യ മൂവ്മെന്റ് ആയിട്ട് നമ്മളിത് വൈഡൻ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ മാറ്റണം. പക്ഷെ അത് മോഡറേറ്റ് ലീഡേഴ്സിന് താല്പര്യപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ട് താല്പര്യപ്പെട്ടിരുന്നില്ല? ബംഗാൾ മാത്രമായി വരുന്നൊരു മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ കൊണ്ടുപോകണം? അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഒരു ഇഷ്ടക്കേട് നമ്മൾ എന്തിനു നേടിയെടുക്കണം എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ബംഗാളിൽ നിന്നും മറ്റുള്ള ഭാഗങ്ങളിലേക്ക്, എസ്പെഷ്യലി മദ്രാസ്, ബോംബെ ആൻഡ് പഞ്ചാബ് ഏരിയ, ദെൻ നോർത്ത് ഇന്ത്യയിലേക്കെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റിന്റെ ഒരു ഡിസിഷൻ മോഡറേറ്റ്സ് ആക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ, അതൊന്ന്. രണ്ടാമത്, നിലവിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മുന്നോട്ട് വെക്കുന്നുള്ളൂ. ഓക്കെ, നോൺ കോപ്പറേഷൻ എന്താണ്? ഗവൺമെന്റ് സ്കൂൾ, ഗവൺമെന്റ് കോളേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇവിടെ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആവശ്യപ്പെടുന്നത് നമ്മൾ ഗവൺമെന്റുമായുള്ള എല്ലാ സർവീസിലും നമ്മൾ നോൺ കോപ്പറേറ്റ് ചെയ്യണം. എല്ലാ സർവീസിലും നോൺ കോപ്പറേറ്റ് ചെയ്യണം. എല്ലാ സർവീസിലും നോൺ കോപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്വാഭാവികമായും അത് ആർക്ക് താല്പര്യം ഉണ്ടാവില്ല? എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ് ലീഡേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം അവരുടെ പ്രൊഫഷൻ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ എവിടെയാണ്? ഈ ഗവൺമെന്റ് സർവീസുകളിലാണ് ഈ പറയുന്ന എല്ലാ മോഡറേറ്റ് ലീഡേഴ്സിന്റെ പ്രൊഫഷനും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മോഡറേറ്റ് ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പാർട്ട് ടൈം അഫയർ മാത്രമാണ്, അല്ലാതെ അവർ ഫുൾ ടൈം പൊളിറ്റീഷ്യൻസ് അല്ല. സോ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഒരു പ്രൊഫഷനുള്ള ആളുകൾ ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് ബോയ്കോട്ട് ചെയ്യുന്നതിനോട് താല്പര്യപ്പെടുന്നില്ല. സോ മോഡറേറ്റ് ലീഡേഴ്സ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് ഗവൺമെന്റുമായുള്ള എല്ലാ തരത്തിലുള്ള പോളിസികളിൽ നിന്നും അല്ലെങ്കിൽ സർവീസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഡിസോസിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കണം. ഓക്കെ, അതാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അതിനോട് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിന് താല്പര്യം ഉണ്ടാകുന്നില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിലാണ് 1906 കൽക്കട്ട സെഷൻ വരുന്നത്. ഓക്കെ, 1906 കൽക്കട്ട സെഷൻ. ഓക്കെ, ഈ കൽക്കട്ട സെഷനിൽ വെച്ച് INCയുടെ പ്രസിഡന്റ്ഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഒപ്പീനിയൻ രണ്ടുപേരും INCയുടെ പ്രസിഡന്റ്ഷിപ്പിന് വേണ്ടിയിട്ട് ഡിമാൻഡ് വെക്കുന്നു. മോഡറേറ്റ് ലീഡേഴ്സ് പറയുന്നു മോഡറേറ്റ് ലീഡറിന് INCയുടെ പ്രസിഡന്റ് ആക്കണം, എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് പറയുന്നു എക്സ്ട്രീമിസ്റ്റ് ലീഡറിന് INCയുടെ പ്രസിഡന്റ് ആക്കണം. സോ ആ ഒരു പ്രശ്നം 1906 കൽക്കട്ട സെഷനിൽ വളരെ രൂക്ഷമാവുമ്പോൾ രണ്ടുപേർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ദാദാഭായ് നവറോജിനെയാണ് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? INCയുടെ കൽക്കട്ട സെഷൻ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ദാദാഭായ് നവറോജിനെയാണ്. ഓക്കെ, സോ രണ്ട് ലീഡേഴ്സിനും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ദാദാഭായ് നവറോജിയാണ് 1906 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ, പകരം 4 കോംപ്രമൈസ് റെസല്യൂഷൻസ് INC എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിന്റെ ഡിമാൻഡ് പ്രകാരം പാസ്സാക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊക്കെയാണ് 1906 കൽക്കട്ട സെഷനിൽ വെച്ച് പാസ്സാക്കിയ കോംപ്രമൈസ് റെസല്യൂഷൻസ്? ഓക്കെ, അതിൽ 2 റെസല്യൂഷൻ ഓൾറെഡി ബനാറസ് സെഷനിൽ വെച്ച് പാസ്സാക്കിയതാണ്. ഏതൊക്കെയാണ്?
ഒന്ന് ബോയ്ക്കോട്ട്, then സ്വദേശി, then സ്വരാജ് റെസൊല്യൂഷൻ, then നാഷണൽ എഡ്യൂക്കേഷൻ. ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ, സ്വദേശി റെസൊല്യൂഷൻ, സ്വരാജ് റെസൊല്യൂഷൻ ആൻഡ് നാഷണൽ എഡ്യൂക്കേഷൻ. ഇതിന്റെ പ്രത്യേകത വളരെ ക്ലിയർ ആണ്. കാരണം ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ ആൻഡ് സ്വദേശി റെസൊല്യൂഷൻ നമ്മൾ ഓൾറെഡി എവിടെ പാസ്സാക്കിയതാണ്? 1905 ബനാറസ് സെഷനിൽ വെച്ച് പാസ്സാക്കിയതാണ്. 1906 കൽക്കട്ട സെഷനില് പാസ്സാക്കുന്ന ഈ 4 റെസൊല്യൂഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്വരാജ് റെസൊല്യൂഷൻ ആണ്. ഓക്കെ, സോ ആദ്യമായിട്ട് INC സ്വരാജ് അവരുടെ ഒഫീഷ്യൽ പോളിസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന സെഷൻ ഏതാന്ന് ചോദിച്ചാൽ കൽക്കട്ട സെഷനാണ് ആൻസർ. അതിന്റെ പ്രസിഡന്റ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. മനസ്സിലായല്ലോ. സോ ഈ 1906 ഈ ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആയിട്ടുള്ള സെഷനിലാണ് ആദ്യമായി മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും പ്രസിഡന്റ്ഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർക്കിടയിൽ വരുന്നത് ഈ 1906 സെഷനിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 1907 സെഷൻ ആവുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്. സോ 1907 സെഷൻ വരുന്നു സൂറത്ത് സെഷൻ. ഓക്കെ, സോ 1907 സൂറത്ത് സെഷനിലേക്ക് ഞാൻ നേരിട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാം. എത്രയേ ഉള്ളൂ. 1907 സെഷന് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് എല്ലാ കാലയളവിലും ഒരു യുണൈറ്റഡ് പൊളിറ്റിക്കൽ ഫ്രണ്ട് അവർ തകർക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ പോളിസി എന്താണ്? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്, അല്ലെ? ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായി ഇവർക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് INCയിലുള്ള മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനാണ്. ഓക്കെ, ഈ മോഡറേറ്റ്സ് ലീഡേഴ്സിനെയാണോ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെയാണോ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും അവരുടെ അട്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുക? മോഡറേറ്റ് ലീഡേഴ്സിനെയാണ്. എന്തായിരിക്കും അവരുടെ മുന്നിൽ വയ്ക്കാൻ സാധ്യതയുള്ള ഓഫർ? അതായത് മോഡറേറ്റ് ലീഡേഴ്സിന്റെ ഏത് കാലം മുതലെയുള്ള ഓഫറാണ്? അതായത് പൊളിറ്റിക്കൽ ഡൊമൈനിൽ, അതായത് സെൻട്രൽ ലെജിസ്ലേച്ചറോ സെൻട്രൽ എക്സിക്യൂട്ടീവോ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറോ പ്രൊവിൻഷ്യൽ എക്സിക്യൂട്ടീവിലോ ഇൻക്രീസിങ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ്, ദാറ്റ് ടു എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്നുള്ളത് മോഡറേറ്റ് ലീഡേഴ്സിന്റെ ഒരുപാട് നാളായുള്ള ആഗ്രഹമാണ്, അല്ലെ? സോ ഇവിടെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് മോഡറേറ്റ് ലീഡേഴ്സിനെ അറിയിക്കുന്നത് 1909 ഇയർ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ പോലും ഇൻ നിയർ ഫ്യൂച്ചർ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസ്മെന്റ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സമയമായി. ഓക്കെ, സോ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായി സെൻട്രലിലോ പ്രൊവിൻസിലും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഞങ്ങൾ എൻലാർജ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എൻലാർജ് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള മോഡറേറ്റ് ലീഡേഴ്സിന് സബ്സ്റ്റാൻഷ്യൽ റെപ്രസെന്റേഷൻ അതിൽ ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് മോഡറേറ്റ്സിന് ആര് ഉറപ്പ് കൊടുക്കുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉറപ്പ് കൊടുക്കുന്നത്. മനസ്സിലായോ? സോ അത്തരം ഉറപ്പ് മോഡറേറ്റ് ലീഡേഴ്സിന് ഓൾറെഡി ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് 1907 സൂറത്ത് സെഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ സൂറത്ത് സെഷനിൽ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ഒരു മോഡറേറ്റ് ലീഡറായ റാഷ് ബിഹാരി ഘോഷാണ്. സോ പ്രസിഡന്റ്ഷിപ്പ് മാത്രമല്ല, ഇതുമാതിരിയുള്ള എല്ലാ പ്രശ്നങ്ങളും, ഇതുവരെ നിലനിന്ന എല്ലാ പ്രശ്നങ്ങളും അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുന്നത് സൂറത്ത് സെഷനിൽ വെച്ചിട്ട് തന്നെയാണ്. സോ മോഡറേറ്റ് ലീഡേഴ്സിന്റെ ഒരു ഡിമാൻഡ് പോലും, എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിന്റെ ഒരു ഡിമാൻഡ് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ മോഡറേറ്റ് ലീഡേഴ്സ് സൂറത്ത് സെഷനിൽ വെച്ചിട്ട് തയ്യാറാവുന്നില്ല. അതിനുള്ള ഒരു കാരണം, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഒരുപാട് അലിനേറ്റ് നമ്മൾ ചെയ്താൽ നമുക്ക് വരാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോമിൽ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ഒരു അഡ്വാൻസ്മെന്റും ഉണ്ടാവില്ല. അതായത് ലെജിസ്ലേച്ചറിലോ, ഇപ്പോൾ സെൻട്രോ പ്രൊവിൻസോ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലെജിസ്ലേച്ചറിലോ എക്സിക്യൂട്ടീവിലോ ആരുടെ പ്രസൻസ് ഉണ്ടാവില്ല? ഇന്ത്യക്കാരുടെ പ്രസൻസ് ഉണ്ടാവില്ല. അത് ഒരുപാട് നാളുകളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. സെൻട്രൽ എക്സിക്യൂട്ടീവ്, അതായത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യൻ മെമ്പർ എന്നുള്ളത് നമ്മുടെ ഒരുപാട് നാളായുള്ള ആഗ്രഹമാണ്. ഓക്കെ, സോ അതെല്ലാം വരുന്നു എന്ന് ഗവൺമെന്റ് ഉറപ്പ് വരുന്ന ഒരു ആക്ടാണ് ഇനി വരാൻ പോകുന്നത്. സോ ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എതിർക്കാനായിട്ട് മോഡറേറ്റ് ലീഡേഴ്സിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഫൈനലി സൂറത്ത് സെഷൻ നടക്കുന്നു. സൂറത്ത് സെഷനിൽ വെച്ച് INC ഒഫീഷ്യലി രണ്ടാവുന്നു. എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ മോഡറേറ്റ് ലീഡേഴ്സ് INCയിൽ നിന്നും പുറത്താക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണ് സൂറത്തിൽ വെച്ചിട്ട് INC സ്പ്ലിറ്റിലേക്ക് പോകുന്നത്. ഓക്കെ,
സോ സൂറത്ത് സ്പ്ലിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ വേറൊരു പോളിസിയാണ് ഇപ്പോൾ കൺസിലിയേഷൻ ആൻഡ് റിപ്രഷൻ എന്ന് പറയുന്ന ഒരു പോളിസി. ആർക്കാണ് കൺസിലിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? മോഡറേറ്റ് ലീഡേഴ്സിന്. വൺസ് മോഡറേറ്റ് ലീഡേഴ്സിന് കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊരു കൺസെപ്റ്റ് വെച്ച് മോഡറേറ്റ് ലീഡേഴ്സിനെ IS നിന്നും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ മാറ്റി നിർത്താൻ സാധിക്കും. ഇപ്പൊ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ഒറ്റക്കാണ്. ഓക്കെ, സോ ഈ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ സപ്രസ് ചെയ്യാന്നുള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. എങ്ങനെയായിരിക്കും സപ്രസ് ചെയ്തിട്ടുണ്ടാവുക? എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് പല ആളുകളെയും ലോങ് ടേമിലേക്കാണ് അറസ്റ്റ് ചെയ്തത്. ഈവൻ ബാലഗംഗാതിലകിനെ 6 വർഷത്തേക്കാണ് അറസ്റ്റ് ചെയ്യുന്നത്. സോ ബാലഗംഗാതിലകിനെ 6 വർഷത്തേക്ക് അറസ്റ്റ് ചെയ്യുന്നു. ഓർബിന്ദോ ഘോഷിനെ അലിപ്പൂർ കോൺസ്പിറസി എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി കേസിൽ ഓർബിന്ദോ ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നു. ലാല ലജ്പത് റായ് പോലുള്ള ലീഡേഴ്സിനെ, ദെൻ അശ്വിനി കുമാർ ദത്തിനെല്ലാം ഡീപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിന് നേരെ വളരെ വലിയ രീതിയിലുള്ള സപ്രഷനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സൂറത്ത് സ്പ്ലിറ്റിന് ശേഷം ചെയ്തത്. ഓക്കെ, സോ ഇതായിരുന്നു സൂറത്ത് സ്പ്ലിറ്റ്. സോ സൂറത്ത് സ്പ്ലിറ്റിന് ശേഷം INC ഒരു യുണൈറ്റഡ് പൊളിറ്റിക്കൽ ഫ്രണ്ടായി നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഓൾ ഇന്ത്യ മൂവ്മെന്റ് നടത്താൻ ഇനി ഒരുപാട് വർഷങ്ങൾ കഴിയണം. കാരണം 1950 ഇനി എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് തിരിച്ച് INCയിലേക്ക് വരാൻ പോകുന്നത്. അതായത് 1907 സൂറത്ത് സ്പ്ലിറ്റിന് ശേഷം 1915 വരെ പ്രത്യേകിച്ച് INCയുടെ ബാനറിൽ ഒരു പ്രോഗ്രാംസ് ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഓക്കെ, നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ സെഷൻസ് നടന്നിട്ടുണ്ട്, പക്ഷെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും നടന്നിട്ടുണ്ടാവുന്നില്ല. ഓക്കെ, കാരണം അതിനുള്ള കാരണം എന്താ വെച്ചാൽ സൂറത്ത് സ്പ്ലിറ്റിന് ശേഷം ജനങ്ങൾക്ക് INCയിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം നഷ്ടപ്പെടുകയും യൂത്തിന് വലിയ രീതിയിലുള്ളൊരു എതിരഭിപ്രായം INCയുടെ കറന്റ് മോഡറേറ്റ് ലീഡേഴ്സിനോട് തോന്നുകയും ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് സൂറത്ത് സെഷനിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു അനാലിസിസ് എടുക്കണം. എന്താണ് ആക്ച്വലി സൂറത്ത് സ്പ്ലിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ശരിക്കും മോഡറേറ്റ് ലീഡേഴ്സും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സും പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു പ്രശ്നമാണ് സൂറത്തിൽ സ്പ്ലിറ്റിലെത്തിയത്. അതിനുള്ള ഒരു കാരണം ഇത്രയേ ഉള്ളൂ. മോഡറേറ്റ് ലീഡേഴ്സ് ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല, അതായത് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകളോടുള്ള ഒരു ചെറിയ പേടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോഡറേറ്റ് ലീഡേഴ്സുമായി ഇതുപോലുള്ള ഒരു മീഡിയേഷനോ അല്ലെങ്കിൽ കൺസെഷൻസോ പ്രൊവൈഡ് ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറായിരുന്നത് എന്ന് തിരിച്ചറിയാൻ മോഡറേറ്റ് ലീഡേഴ്സിന് സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മോഡറേറ്റ് ലീഡേഴ്സാണ് നമ്മളുടെ നാച്ചുറൽ ഡിഫൻസ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് മുമ്പിലുള്ള നാച്ചുറൽ ഡിഫൻസ് എന്ന് തിരിച്ചറിയാൻ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനും സാധിച്ചില്ല. ഈ ഒരു 2 അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ് 1907 സ്പ്ലിറ്റിലെത്തിയത്. ഓക്കെ, സോ 1907 സൂറത്തിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് സംഭവിക്കുന്നു. ഇനി INCയുടെ ബാനറിൽ ഒരു കോമൺ പൊളിറ്റിക്കൽ ഫ്രണ്ട് മൂവ്മെന്റ് നടക്കണമെങ്കിൽ 1915 ആണ്. നമ്മൾ അടുത്ത ടോപ്പിക്ക് വരാൻ പോകുന്നത് 1909 മോർലെ മിന്റോ റിഫോം. ഓക്കെ, 1909 മോർലെ മിന്റോ റിഫോം പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. റെഗുലേറ്റിംഗ് ആക്ട് 1773 മുതൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വരെയുള്ള പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, സോ അതുവരെയുള്ള ആക്ടുകൾ റിവൈസ് ചെയ്ത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ 1909 മോർലെ മിന്റോ റിഫോം പഠിക്കാനായിട്ട്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എല്ലാ ലെജിസ്ലേഷൻസിനും ഒരു ഓർഡർ ഉണ്ട്. ഓരോ ലെജിസ്ലേഷൻസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, തൊട്ടടുത്ത ലെജിസ്ലേഷനിൽ അവർ ഒന്നെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ നമ്പേഴ്സ് കൂട്ടിയിട്ടുണ്ടാവും, പഴയ ആക്ടിൽ നിന്നും ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലുള്ള പലതരത്തിലുള്ള അഡ്വാൻസ്മെന്റ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, തൊട്ടടുത്ത ആക്ടിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഓക്കെ, അത് കൃത്യമായി നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട് 1773 മുതൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്കിത് കൂടുതൽ ക്ലിയർ ആവുള്ളൂ. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വരെയുള്ള പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യുക, എന്നിട്ട് ഈ ലെക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ എന്തായിരുന്നു മോർലെ മിന്റോ റിഫോം? ഓക്കെ, മോർലെ മിന്റോ റിഫോം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. മോർലെ എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ലണ്ടൻ ഓഫീസാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മിന്റോ എന്നുള്ളത് വൈസ്രോയ്. ഓക്കെ, അത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. മോർലെ മിന്റോ റിഫോം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ബോഡി എന്ന് പറയുന്നത് ലണ്ടൻ ഓഫീസാണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്.
മിന്റോ വൈസ്രോയി ആണ്. ഇനി നമുക്ക് അടുത്തൊരു ആക്ട് വരാനുണ്ട്, മോണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോം. ഓക്കെ, അതിൽ മോണ്ടേഗ് എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും, ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് വൈസ്രോയി ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും ആദ്യം വരാം, അതിനുശേഷമാണ് വൈസ്രോയി വരുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകത? ഈ ആക്ട് വന്ന വർഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 1909. 1909 മോർലെ മിന്റോ റിഫോം വരുന്നതിന് മുന്നേ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? സൂറത്ത് സ്പ്ലിറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു അല്ലെ? ഈ സൂറത്ത് സ്പ്ലിറ്റിന് കാരണമായ ഒരു റീസൺ എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഓഫർ മോഡറേറ്റ് ലീഡേഴ്സിന് കൊടുത്തു. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസ്മെന്റ് കിട്ടും, അതുവഴി മോഡറേറ്റ് ലീഡേഴ്സിന് മാക്സിമം റെപ്രസെന്റേഷൻ ലെജിസ്ലേച്ചേഴ്സിൽ കിട്ടുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആയിട്ട് ഒരു സ്പ്ലിറ്റിന് മോഡറേറ്റ് ലീഡേഴ്സ് തയ്യാറായത്. ഓക്കെ, സോ അവർ അത്രയും എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന, അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ടാണ് മോർലെ മിന്റോ റിഫോം. സോ പ്രൊവിൻസിലായാലും സെൻട്രലായാലും ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും മാക്സിമം നമ്പേഴ്സ്, റിയൽ പവേഴ്സ്, റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഇതുപോലുള്ള പലതരത്തിലുള്ള ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് മോഡറേറ്റ്സ് സ്വയം വിശ്വസിക്കുന്ന ഒരു ആക്ടാണ് മോർലെ മിന്റോ റിഫോം. ഓക്കെ, സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ മോർലെ മിന്റോ റിഫോം അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, മോർലെ മിന്റോ റിഫോമിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാം. ആ കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? സെന്റർ ആൻഡ് പ്രൊവിൻസ്. ഓക്കെ, സോ സെന്റർ ആൻഡ് പ്രൊവിൻസ്. സെന്റർ എടുക്കുക, പ്രൊവിൻസ് എടുക്കുക. അത് ഇന്നത്തെ നമ്മുടെ സെന്ററും സ്റ്റേറ്റും എന്ന് പറയുന്ന പോലെ തന്നെ സെന്ററും പ്രൊവിൻസും. ഇന്നത്തെ നമ്മുടെ സെന്ററിലും സ്റ്റേറ്റിലും അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയി വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഓക്കെ, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പാർട്ടുമായിട്ട് എക്സിക്യൂട്ടീവ് പാർട്ടും എടുത്തു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ ആണ് എക്സിക്യൂട്ടീവ് ആണല്ലോ. ഇന്നത്തെ സെൻട്രൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ആരാ? പാർലമെന്റ്. സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാ? പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണല്ലോ. ഈ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിൾ ആണല്ലോ. അതായത് ഇന്നത്തെ പാർലമെന്റിന് റെസ്പോൺസിബിൾ ആണല്ലോ. അതൊക്കെ പൊളിറ്റിയിൽ വരുന്ന ടോപ്പിക്കാണ്, എന്നാൽ നമുക്കത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നേരെ സ്റ്റേറ്റിലേക്ക് വരട്ടെ. സ്റ്റേറ്റിലെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആരാ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് കേരള നിയമസഭ എക്സാമ്പിൾ പറയാനാണെങ്കിൽ അല്ലെ, അതാണ് ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാ? ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ മന്ത്രിമാര്, അവരാർക്ക് റെസ്പോൺസിബിൾ ആണ്? ഈ കേരള നിയമസഭക്ക് അവർ റെസ്പോൺസിബിൾ ആണ്. ക്ലിയർ ആയല്ലോ? ആ യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അന്നത്തെ പൊളിറ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെന്റർ ആൻഡ് പ്രൊവിൻസ്. ഈ സെന്ററിലെ രണ്ട് യൂണിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് ലെജിസ്ലേച്ചർ, രണ്ട് എക്സിക്യൂട്ടീവ് ആണല്ലോ. ഓക്കെ, ദെൻ പ്രൊവിൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊവിൻസിലും എന്തുണ്ട്? ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. ഓക്കെ, സോ മോർലെ മിന്റോ റിഫോം ചെയ്ത ആദ്യത്തെ കാര്യം, ബോത്ത് സെന്റർ ആൻഡ് പ്രൊവിൻസ് ലെജിസ്ലേച്ചറിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ ലെജിസ്ലേച്ചറിന്റെ നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സെൻട്രലാവട്ടെ പ്രൊവിൻസിലാവട്ടെ ലെജിസ്ലേച്ചറിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. അത് എത്രയാണെന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രൊവിൻസ് ടു പ്രൊവിൻസ് അത് മാറിക്കൊണ്ടിരിക്കും. സെന്റർ മാത്രമാണ് ഫിക്സ്ഡ് ആയിട്ടുള്ളത്. സെന്ററിൽ 16 എന്നുള്ളത് 60 കൂടി. മനസ്സിലായി? നമ്പേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല, തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. സെന്ററില് ലെജിസ്ലേച്ചറിന്റെ നമ്പേഴ്സ് ഇപ്പൊ 16 ആണെന്നുണ്ടെങ്കിൽ അത് 60. പ്രൊവിൻസില് പ്രൊവിൻസ് ടു പ്രൊവിൻസ്, ഇപ്പൊ ബോംബെയിലുള്ള നമ്പർ ആയിരിക്കില്ല മദ്രാസിലുണ്ടാവുക, മദ്രാസിലുള്ളതായിരിക്കില്ല ബംഗാളിലുണ്ടാവില്ല. സോ അതുപോലെ ഓരോ പ്രൊവിൻസിലും എന്ത് ചെയ്തു? നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇന്ത്യക്കാരെന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഐ മീൻ മോഡറേറ്റ്സ് എന്താ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ആ ഇൻക്രീസ് ചെയ്ത ലെജിസ്ലേച്ചറിലെ മെജോറിറ്റി ഇന്ത്യക്കാർ വരും എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് ഇന്ത്യക്കാർക്കുള്ളത്. ഓക്കെ, അതും എലക്ഷൻ വഴി വരും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇനി ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. സെന്ററിലെ ലെജിസ്ലേച്ചറിന്റെ നമ്പേഴ്സിൽ മെജോറിറ്റി ഗവൺമെന്റൽ ഒഫീഷ്യൽസ് ആണോ നോൺ ഗവൺമെന്റ് ഒഫീഷ്യൽ ആണോ? ഗവൺമെന്റ് ഒഫീഷ്യൽ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പേഴ്സൺസ്, നോൺ ഗവൺമെന്റ് ഒഫീഷ്യൽസ് എന്ന് വെച്ചാൽ ഇന്ത്യൻസ്. ഓക്കെ, സോ ആർക്കായിരുന്നു മെജോറിറ്റി? മോഡറേറ്റ് ലീഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ആർക്കാണ്? നോൺ ഗവൺമെന്റ് ഒഫീഷ്യൽ മെജോറിറ്റിയാണ് എക്സ്പെക്ട് ചെയ്യുക. അതും ത്രൂ ഇലക്ഷൻ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ എന്താണ് സംഭവിച്ചത്? ഗവൺമെന്റ് മോർലെ മിന്റോ റിഫോമിൽ പ്രപ്പോസ് ചെയ്തത് ഗവൺമെന്റൽ
മെജോറിറ്റി ദാൻ നോൺ ഗവൺമെന്റ്. ഓക്കെ, സോ ഗവൺമെന്റ് ഒഫീഷ്യൽസിനാണ് നോൺ ഗവൺമെന്റ് ഒഫീഷ്യൽസിനേക്കാളും സെൻട്രൽ ലെജിസ്ലേച്ചറിൽ മെജോറിറ്റി. ക്ലിയർ ആയോ? അപ്പൊ അതിൽ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു നിയമത്തിനെ പോലും എതിർക്കാനുള്ള നമ്പേഴ്സ് നമ്മളുടെ കയ്യിലില്ല, ഇന്ത്യക്കാരുടെ കയ്യിലില്ല. മനസ്സിലായല്ലോ സാർ? ക്ലിയർ മെജോറിറ്റി ആർക്കാണ്? ഗവൺമെന്റ് ആണ്. സോ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ബില്ലും വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാവും, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, സോ രണ്ടാമത്തെ പോയിന്റ് എവിടെയാണ് വരുന്നത്? പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലാണ്. സോ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? നോൺ ഗവൺമെന്റൽ മെജോറിറ്റി പ്രൊവൈഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഗവൺമെന്റൽ ഒഫീഷ്യൽസിനേക്കാളും മെജോറിറ്റി ആർക്കാണ്? നോൺ ഗവൺമെന്റൽ ഒഫീഷ്യൽസിനാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മൾ വിചാരിക്കും, ഓഹോ, ഇന്ത്യക്കാർക്ക് കൂടുതൽ റെപ്രസെന്റേഷൻ വരാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് പ്രൊവിൻസിലെങ്കിലും അത് ചെയ്തു കൊടുത്തല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റും. പക്ഷെ ആശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ നോൺ ഗവൺമെന്റൽ മെജോറിറ്റിയിൽ കുറച്ച് ആളുകളെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? നോൺ ഗവൺമെന്റൽ എന്ന് പറയുന്നത് മുഴുവൻ ഇന്ത്യക്കാരാണ്. പക്ഷെ ആ ഇന്ത്യക്കാരിൽ ഒരു ഇത്ര ശതമാനം ആളുകളെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. ഗവൺമെന്റ് സ്വാഭാവികമായും ആരെയായിരിക്കും നോമിനേറ്റ് ചെയ്യാം? ഗവൺമെന്റ് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഇന്ത്യക്കാരെ നോമിനേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നെറ്റ് എഫക്റ്റിൽ എന്താ സംഭവിക്കുക? ആ ഒരു X% നോൺ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ബ്രിട്ടീഷ് നോമിനേറ്റ് ചെയ്യുന്നവരും പ്ലസ് ഗവൺമെന്റൽ ഒഫീഷ്യൽസും കൂടി ചേർന്നാൽ ഇന്ത്യൻ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്ന നോൺ ഗവൺമെന്റൽ ഒഫീഷ്യൽസിനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കില്ലേ? പറഞ്ഞ ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ മൊത്തം 100 ഒരു പ്രൊവിൻസിലെ നമ്പേഴ്സ് എന്ന് വിചാരിക്കാം. 60 നോൺ ഗവൺമെന്റിലും 40 ഗവൺമെന്റ് ഒഫീഷ്യൽസും ആണ് നിലവിലുള്ളത്. എന്ന് വെച്ചാൽ 60 ഇന്ത്യക്കാരും 40 ബ്രിട്ടീഷേഴ്സും. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? ഈ നോൺ ഗവൺമെന്റില് ഒരു 20 പേരെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാം. ഇന്ത്യക്കാർ തന്നെയാണ്, പക്ഷെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഗവൺമെന്റിന്റെ 40ഉം ഗവൺമെന്റ് നോമിനേറ്റ് 20 കൂടി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 40നെ വേണമെങ്കിൽ കൗണ്ടർ ചെയ്തൂടെ? എന്ന് വെച്ചാൽ ഈവൻ പ്രൊവിൻസിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു നോൺ ഗവൺമെന്റ് മെജോറിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ കൂടി ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് തന്നെയാണ് മോർലെ മിന്റോ റിഫോമിൽ പ്രിവെയിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, സെൻട്രൽ ലെജിസ്ലേച്ചറിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഗവൺമെന്റൽ മെജോറിറ്റി, പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ നോൺ ഗവൺമെന്റ് മെജോറിറ്റി. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഡിമാൻഡാണ് സെൻട്രൽ എക്സിക്യൂട്ടീവില് ഒരു ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ സെൻട്രൽ എക്സിക്യൂട്ടീവില് ഇന്ത്യൻ റെപ്രസെന്റേഷൻ. സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു, സെൻട്രലില് ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇപ്പൊ ലെജിസ്ലേച്ചറിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ എക്സിക്യൂട്ടീവ് എടുക്കുക നിങ്ങൾ. ഈ എക്സിക്യൂട്ടീവ് നിലവിൽ എന്താണ്? എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേരെന്താണ്? വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നാണ് പറയുന്നത്. അതായത് വൈസ്രോയും പ്ലസ് ബ്രിട്ടീഷ് പേഴ്സൺസും, ഡിഫറെന്റ് പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന ബ്രിട്ടീഷ് പേഴ്സൺസും, സപ്പോസ് എക്സ് നമ്പേഴ്സ്, അത് കംപ്ലീറ്റ് ബ്രിട്ടീഷ് മോണോപ്പൊളിയാണ്. ഒരു ഇന്ത്യക്കാർക്ക് പോലും അതിനേക്ക് അനുമതിയില്ല. മനസ്സിലായോ? അപ്പൊ അത്രയും ഇന്ത്യ എന്ന് പറയുന്ന കംപ്ലീറ്റ് ടെറിട്ടറിയുടെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ഈ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. ആ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഇന്ത്യക്കാരെ ആഡ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് നാളുകളായിട്ടുള്ള നമ്മുടെ മോഡറേറ്റ്സിന്റെ ഡിമാൻഡാണ്. മനസ്സിലായോ? ആ ഡിമാൻഡ് മീറ്റ് ചെയ്തോ എന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് മീറ്റ് ചെയ്തു. ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മോർലെ മിന്റോ റിഫോം അലോ ചെയ്തു. ഓക്കെ, സോ ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ മെമ്പർ ഇൻ ദ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ? SP സിൻഹ, സത്യേന്ദ്ര പ്രസന്ന സിൻഹ. എന്താണ് ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് ഇന്ത്യൻ ഇൻ ദ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അത് ഏത് ആക്ടിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മോർലെ മിന്റോ റിഫോം 1909. ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ, സത്യേന്ദ്ര പ്രസന്ന സിൻഹ. സോ നമ്മൾ നോക്കുന്നത് മോർലെ മിന്റോ റിഫോമിന്റെ തേർഡ് പോയിന്റ് ആണ്. ഓക്കെ,
മോർലി മിന്റോ റിഫോമിലെ തേർഡ് പോയിന്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം അറിയണം. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നാ നമുക്കറിയാലോ. ഇപ്പൊ മോർലി മിന്റോയിൽ മോർലി എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലണ്ടൻ ഓഫീസാണ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലണ്ടൻ ഓഫീസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ബോഡി നമ്മൾ 1958 ആക്ടിൽ പാസ്സാക്കിയ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സോ 1958 ഇന്ത്യൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ബോഡി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ കൗൺസിലേക്ക് അതും ബ്രിട്ടീഷ് മോണോപ്പൊളിയാണ്. ബ്രിട്ടീഷ് മോണോപ്പൊളി എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് അതിലേക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ അതിലേക്ക് ആദ്യമായി 2 ഇന്ത്യക്കാരെ ആഡ് ചെയ്യുന്നത് മോർലി മിന്റോ റിഫോമിലാണ്. ആരൊക്കെയാണ്? KC ഗുപ്ത, സയ്യിദ് ഹുസൈൻ ബിൽഗ്രമി. ഓക്കെ, ഈ 2 ആളുകളെയാണ് മോർലി മിന്റോ റിഫോം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ഇന്ത്യൻ കൗൺസിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ SP സിൻഹ വന്നു എന്ന് പറയുന്ന പോലെ ആദ്യമായി ഇന്ത്യൻ കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാർ വരുന്നത് മോർലി മിന്റോ റിഫോമിലാണ്. സോ ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. സോ നമ്മുടെ ഫോർത്ത് പോയിന്റിലേക്ക് പോണതിന് മുന്നേ നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 2 പോയിന്റ്സ് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. മോഡറേറ്റ് ലീഡേഴ്സിന്റെ ഒരുപാട് നാളായിട്ടുള്ള ഡിമാൻഡാണ് എന്ത്? റെസ്പോൺസിബിൾ ഗവൺമെന്റ്. ഓക്കെ, എന്താ റെസ്പോൺസിബിൾ ഗവൺമെന്റ് മീനിങ്? എന്താ? 2 കാര്യങ്ങൾ നമുക്ക് പറയാം. എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിൾ ആവാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിപ്പോ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഇന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആവട്ടെ, ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആവട്ടെ, കറസ്പോണ്ടിങ് ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിൾ ആണ്. ഇന്ത്യൻ പൊളിറ്റിയിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ആണല്ലോ. എങ്ങനെ റെസ്പോൺസിബിൾ ആവുന്ന? നോ കോൺഫിഡൻസ് മോഷൻ, അഡ്ജേൺമെന്റ് മോഷൻ പോലുള്ള പല മോഷൻസ് വഴി ഇവർ റെസ്പോൺസിബിൾ ആക്കാനുള്ള ഒരുപാട് ടൂൾസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, അതാണ് റെസ്പോൺസിബിൾ ആവാന്നുള്ളത്. ഈ റെസ്പോൺസിബിലിറ്റി പല രീതിയിൽ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇവരുമെന്നോട് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ ഒരുപാട് മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻസും ക്വസ്റ്റ്യൻ അവേഴ്സ്, 0 hours വഴി നമുക്ക് ഇവർ റെസ്പോൺസിബിൾ ആക്കാൻ ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അന്നത്തെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ബഡ്ജറ്റ് ആണ്. ഓക്കെ, ഇന്ന് ഗവൺമെന്റിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ലെജിസ്ലേച്ചർ പാസ്സാകാതെ എക്സിക്യൂട്ടീവിന് സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടത്. 1892 ഒരുപാട് നാളത്തെ എസ്പെഷ്യലി INCയുടെ ഫോർമേഷൻ മുതൽ INC ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബഡ്ജറ്റ് പാസ്സാക്കാനുള്ള അധികാരം തരണം, ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആക്കാനുള്ള അധികാരം തരണം എന്നുള്ളത്. ഓക്കെ, സോ അതിനുവേണ്ടി 1892 ആക്ട് എന്താണ് ഓപ്ഷൻ കൊടുക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള പെർമിഷൻ 1892 ആക്ട് ലെജിസ്ലേച്ചറിന് കൊടുക്കും. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ചെലവിന് വേണ്ടിയിട്ട് എന്താണോ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്, ആ ബഡ്ജറ്റ് ജസ്റ്റ് ലെജിസ്ലേച്ചറിൽ ഡിസ്കസ് ചെയ്യാം, പക്ഷെ വോട്ട് ചെയ്യാൻ പാടില്ല. അതായത് ബഡ്ജറ്റ് ഡിസലോ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടാന്ന് വെക്കാനുള്ള അധികാരം ലെജിസ്ലേച്ചറിനില്ല. ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള അധികാരം എവിടെ കൊടുത്തു? 1892 ആക്ടിന് കൊടുത്തു. ഓക്കെ, അത് കൂടാതെ എക്സിക്യൂട്ടീവിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അനുമതി ലെജിസ്ലേച്ചറിന് കൊടുത്തു. മനസ്സിലായല്ലോ? സോ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരിക്കലും ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ കിട്ടിയാൽ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് പോലുള്ള കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. ക്ലിയർ ആണല്ലോ? സോ 2 കാര്യങ്ങളാണ് 92 ആക്ടിൽ ഉണ്ടായിരുന്നത്. 1 ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാം, 2 ക്വസ്റ്റ്യൻ ചോദിക്കാം, സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ പാടില്ല. ഓക്കെ, സോ എന്താണ് മോർലി മിന്റോ റിഫോമിൽ വന്ന മാറ്റം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോർലി മിന്റോ റിഫോമിൽ വന്ന മാറ്റം ഇത്രയേ ഉള്ളൂ. ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാവുന്നതിനപ്പുറം ടോട്ടൽ ബഡ്ജറ്റിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. മനസ്സിലായോ? സോ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യൽ അവിടെ നിൽക്കട്ടെ, അത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ടോട്ടൽ ബഡ്ജറ്ററി ഐറ്റംസിന്റെ കുറച്ച് ശതമാനം മാത്രം ലെജിസ്ലേച്ചറിന് വോട്ട് ചെയ്യാനുള്ള അനുമതി മോർലി മിന്റോ റിഫോം കൊടുത്തു. 1. 2, ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ആൻസർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അനുമതി മോർലി മിന്റോ റിഫോം ലെജിസ്ലേച്ചർ കൊടുത്തു. ഇത് 2ആണ് എക്സ്ട്രാ പോയിന്റ്സ്. ഓക്കെ, സോ ബഡ്ജറ്റിലെ കുറച്ച് ഐറ്റംസ് വോട്ട് ചെയ്യാം, ഇപ്പോഴും മുഴുവനില്ല. ബഡ്ജറ്റിലെ കുറച്ച് ഐറ്റംസ് വോട്ട് ചെയ്യാം, ദെൻ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അനുമതി ലെജിസ്ലേച്ചർ കിട്ടും. ഇതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. ഓക്കെ, സോ നമുക്ക് 2 പോയിന്റും കൂടിയാണ് ഉള്ളത്. അതിൽ 5ാമത്തെ പോയിന്റ് വരുന്നത് ഇന്ത്യയിൽ ആദ്യമായി എലക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എങ്ങനെയാണ് നമുക്കറിയാലോ. ഏതെല്ലാം ഇലക്ഷനാണ് നമുക്കിപ്പോൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാവുന്നത്? രാജ്യസഭ ഇലക്ഷൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ അല്ലേ? എങ്ങനെയാണ് രാജ്യസഭ ഇലക്ഷൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആവുന്നത്? കാരണം നമ്മളുടെ സ്റ്റേറ്റിലെ MLA മാരാണ്, അതായത് ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന MLA മാരാണ് ഇൻഡയറക്ട്ലി
രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ല? അതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. നിലവിൽ ഇപ്പൊ മോർലി മിന്റോ റിഫോം അനുസരിച്ച് ഇലക്ഷൻ വരാൻ പോകുന്നത് എങ്ങനെയൊക്കെയായിരിക്കും? പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലും സെൻട്രൽ ലെജിസ്ലേച്ചറിലും ആണല്ലോ. സോ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലും സെൻട്രൽ ലെജിസ്ലേച്ചറിലും ഇലക്ഷൻ വേണം. അതെങ്ങനെയായിരിക്കും ചെയ്യാം? സെൻട്രൽ ലെജിസ്ലേച്ചറിൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സിന് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. സെൻട്രൽ ലെജിസ്ലേച്ചറിലേക്ക് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സിന് വോട്ട് ചെയ്യാൻ സാധിക്കും. അതൊന്ന്. അതൊരു ഇൻഡയറക്റ്റ് കമ്പോണന്റ് ആണല്ലോ. രണ്ട്, എങ്ങനെയാണ് ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലേക്ക് ആളുകൾ വരാം? അത് മുനിസിപ്പൽ ബോർഡുകളിൽ ഉള്ള ആളുകളായിരിക്കും പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ വരാം. മുനിസിപ്പൽ ബോർഡിലുള്ള ആളുകളായിരിക്കും പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ വരാം. അപ്പൊ ഈ മുനിസിപ്പൽ പ്രൊവിൻസ് അല്ലെങ്കിൽ മുനിസിപ്പൽ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി ഇലക്ടഡ് ആണോ? അല്ല, അത് ഗവൺമെന്റ് നോമിനേറ്റഡ് ആണ്. സോ നെറ്റ് എഫക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് നോമിനേറ്റഡ് ആയിട്ടുള്ള മുനിസിപ്പൽ ബോർഡ് എലക്ട് ചെയ്യുന്ന ആളുകൾ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ വരും. ആ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ എലക്ട് ചെയ്യുന്ന ആളുകൾ സെൻട്രൽ ലെജിസ്ലേച്ചറിൽ വരും. ഈ ഒരു കൺസെപ്റ്റ് ആണ് എലക്ഷൻ എന്നുള്ള പേരിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിരുന്നു. മനസ്സിലായല്ലോ? സോ ഡയറക്റ്റ് ഇലക്ഷനെല്ലാം വരാൻ പോകുന്നത് ഇനി അടുത്ത ആക്ടിലാണ്. ക്ലിയർ അല്ലേ? സോ ലാസ്റ്റ് പോയിന്റ്, ഇന്ത്യയിൽ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കമ്മ്യൂണൽ ഇലക്ടറേറ്റ്, അതിന് നമ്മൾ പറയുന്ന വേറെ പേര് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നാണ്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. എന്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്? അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു റിസർവേഷൻ വെച്ചൊരു എക്സാമ്പിൾ പറയാം. ഇതൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന് വിചാരിക്കാം. ഇവിടെ റിസർവേഷൻ ആണ് എന്നതിന്റെ മീനിങ് എന്താ? ഇപ്പൊ സപ്പോസ് ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ SC കമ്മ്യൂണിറ്റിക്ക് ഈ സീറ്റ് റിസർവ്ഡ് ആണെന്ന് വെച്ചാൽ എന്താ മീനിങ്? SC കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമാണ് മത്സരിക്കാൻ സാധിക്കും. പക്ഷെ വോട്ട് ചെയ്യുന്നത് SC കമ്മ്യൂണിറ്റി ആണോ? അല്ല. SC കമ്മ്യൂണിറ്റിക്ക് വോട്ട് ചെയ്യാം, അതോടൊപ്പം എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാം. അല്ലെ? യൂണിവേഴ്സൽ അഡർ ഫ്രാഞ്ചൈസ് ആണ് ഇന്നത്തെ സിസ്റ്റം. അതുകൊണ്ട് തന്നെ SC കമ്മ്യൂണിറ്റി മത്സരിക്കുന്ന ഈ സീറ്റിലേക്ക് വോട്ട് ചെയ്യുന്നത് എല്ലാ ജനങ്ങളും കൂടി കൂടിയിട്ടാണ്. ഇതിനെയാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും അപ്പൊ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്? ഇത്രയേ ഉള്ളൂ. SC കമ്മ്യൂണിറ്റിക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ SC കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിക്കൂ. SC കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ഈ ഇലക്ഷന് കോണ്ടസ്റ്റ് ചെയ്യാൻ സാധിക്കും. മത്സരിക്കാനും വോട്ട് ചെയ്യാനും ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം അധികാരം കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ആദ്യമായി സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോർലി മിന്റോ റിഫോമിലാണ്. ആർക്കാണ് ആ ഒരു ഫെസിലിറ്റി കൊടുത്തത്? മുസ്ലിംസ്. സോ മുസ്ലിംസിന് ആദ്യമായി സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോർലി മിന്റോ റിഫോമിലാണ്. അതുകൊണ്ട് തന്നെയാണ് മിന്റോയെ നമ്മൾ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ഇത്രയും പോയിന്റ്സ് ആണ് മോർലി മിന്റോ റിഫോമിൽ വരുന്നത്. എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.